ഹായ് ഫ്രണ്ട്സ്, നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത് പെർസെൻറ്റേജ് ആയിരുന്നു. ഓക്കെ, ഇപ്പോൾ പെർസെൻറ്റേജിൻ്റെ ഒരു പുതിയൊരു ക്ലാസ്സാണ് ഇന്ന്. പെർസെൻറ്റേജിൻ്റെ പാർട്ട് 2. ഓക്കെ, ഇനിയും ഒരു 2 പാർട്ടോടെയും കാണും. അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചതിൻ്റെ കണ്ടിന്യൂഷൻ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യത്തെ ഇത് കാണുന്നതിന് മുന്നേ ആദ്യത്തെ വീഡിയോ ഒന്ന് കാണണേ, എന്നിട്ട് വേണം ഇത് കാണാനായിട്ട്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഇന്നത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ, ഒരു സംഖ്യയുടെ 80% 40 കൂട്ടിയാൽ അതേ സംഖ്യ തന്നെ കിട്ടുന്നു. അപ്പോൾ ആ സംഖ്യ എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അതായത് ഒരു സംഖ്യയുടെ ഏതൊരു സംഖ്യയുണ്ട്, ആ സംഖ്യയുടെ 80% കൂടെ നമ്മൾ എത്ര കൂട്ടി? 40 കൂട്ടി. 40 കൂട്ടിയപ്പോൾ എന്ത് കിട്ടി? അതേ സംഖ്യ തന്നെ കിട്ടി. ക്വസ്റ്റ്യൻ മനസ്സിലായോ? ഒരു സംഖ്യയുടെ 80% നമ്മൾ എടുക്കുന്നു, ആ 80%-ൻ്റെ കൂടെ എത്ര കൂട്ടി? 40 കൂട്ടി. അങ്ങനെ 40 കൂട്ടിക്കഴിഞ്ഞപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഈ സെയിം സംഖ്യ, അതേ സംഖ്യ തന്നെ കിട്ടുമെന്ന് പറയുവാണ് ക്വസ്റ്റ്യനിൽ. അങ്ങനെ വന്നാൽ, ഇങ്ങനൊരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ നിങ്ങൾ ചെയ്യേണ്ടത്, നമ്മളോട് ഇപ്പോൾ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, A%. ഒരു സംഖ്യയുടെ A%-നോട് എന്ത് കൂട്ടി? B കൂട്ടി. ഓക്കെ, അപ്പോൾ A%-നോട് B കൂട്ടി. അപ്പോൾ A%-ന് B കൂട്ടിയാൽ എന്ത് കിട്ടും? ഇപ്പോൾ നമ്മൾ എക്സ് എന്ന് പറയുന്നൊരു സംഖ്യയുടെ A%-നോട് B കൂട്ടിയപ്പോൾ നമുക്ക് എന്ത് തന്നെ കിട്ടി? എക്സ് തന്നെ കിട്ടി. അതായത് ഒരു സംഖ്യയുണ്ട്, ആ സംഖ്യയുടെ A%-നോട് B കൂട്ടിയപ്പോൾ അതേ സംഖ്യ ലഭിച്ചു എന്ന് നിങ്ങളോട് പറഞ്ഞാൽ അതേ സംഖ്യ. ഓക്കെ, ഇതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അതേ സംഖ്യ ഈ പെർസെൻറ്റേജ് നോക്കുക, എത്രയാണ് കൂട്ടിയെന്ന് നോക്കുക. ഇങ്ങനെ കിട്ടിയാൽ നിങ്ങളുടെ ഇക്വേഷൻ ഇങ്ങനെ ഓർത്തിരുന്നാൽ മതി. B/100 - A × 100. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ ബി എന്ന് പറയുന്ന സാധനം ഏതാണ്? ഇതാണ് ബി. 40 കൂട്ടി എന്ന് പറയുന്നതാണ് ബി. എ എന്ന് പറയുന്നത് ഇത് 80%. ആ പെർസെൻറ്റേജാണ് എ. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ സംഖ്യ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് 2 സാധനങ്ങളുള്ളൂ, എയും ബിയും. എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു സംഖ്യയുടെ 80%-നോട് 40 കൂട്ടിയാൽ അതേ സംഖ്യ തന്നെ കിട്ടുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ സംഖ്യയുടെ 40% എന്ന് പറയുമ്പോൾ 80% എന്ന് പറയുമ്പോൾ അതാണ് എ. ഇനി എത്ര കൂട്ടിയ സാധനമാണ് ബി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്, B/100 - A × 100 എന്നിട്ടാൽ മതി. ഇത്രയേ ഉള്ളൂ, സംഭവം സിമ്പിളാണ്. അപ്പോൾ ബി എത്രയാണ്? നമുക്ക് ഇവിടുത്തെ ബി എന്ന് പറഞ്ഞാൽ 40 അല്ലേ? 40 കൂട്ടി 100 - A എത്രയാ? 80 × 100 അല്ലേ? അപ്പോൾ നമുക്കെന്ത് വരും? 40/100 - 80 എന്ന് പറയുമ്പോൾ 20 × 100 എന്ന് വരും അല്ലേ? ഒരു പൂജ്യം പോയി, ഈ രണ്ടും വെട്ടി 5. എത്ര കിട്ടി? 5 × 40 200. ആൻസർ കണ്ടോ? ഓപ്ഷൻ ബി ആണ് ആൻസർ. ഓക്കെ, 2 ക്വസ്റ്റ്യനോട് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ ഓക്കെ ആവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഒരു സംഖ്യയുടെ എത്രയോ പെർസെൻറ്റേജിനോട്, അല്ലെങ്കിൽ A%-നോട് B കൂട്ടിയപ്പോൾ അതേ സംഖ്യ കിട്ടിയെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇക്വേഷൻ എന്താണ്? B/100 - A × 100. അത്രയേ ഉള്ളൂ. കഴിഞ്ഞു, പരിപാടി കഴിഞ്ഞു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ഒരു സംഖ്യയുടെ 80%-നോട് 40 കൂട്ടിയാൽ അതേ സംഖ്യ. അത് നമ്മളിപ്പോൾ സെയിം ക്വസ്റ്റ്യൻ തന്നെ അല്ലേ ചെയ്തല്ലോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഒരു സംഖ്യയുടെ 90%-നോട് 40 കൂട്ടി, കുറച്ച് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണ് ഈ ഇതിൽ ക്വസ്റ്റ്യനിലെ, നിങ്ങളിത് കറക്റ്റ് ചെയ്തോണം. ഒരു സംഖ്യയുടെ 90%-നോട് 40 കൂട്ടിയാൽ അതേ സംഖ്യ തന്നെ കിട്ടുന്നു. നമ്മുടെ ഇക്വേഷൻ ആദ്യം ഇവിടെ എഴുതി വയ്ക്കുക, B/100 - A × 100. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കണ്ടാൽ അപ്പോൾ നിങ്ങൾ ആദ്യം ഇക്വേഷൻ എഴുതുക, B/100 - A × 100. ഒരു സംഖ്യയുടെ A%-നോട് B കൂട്ടിയപ്പോൾ അതേ സംഖ്യ കിട്ടി, അതേ സംഖ്യ. ഓക്കെ, അപ്പോൾ B എത്രയാണ് ഇവിടെ? B എത്രയാ? B 40. A എത്രയാ? 90. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? 40/100 - 90 × 100. ഓക്കെ, അപ്പോൾ 40/100 - 90 10 × 100. അപ്പോൾ എത്ര കിട്ടിയ ആൻസർ? 400. കേട്ടോ, 400. ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. മനസ്സിലായ ക്വസ്റ്റ്യൻ? ഒരു സംഖ്യയുടെ A%-നോട് B കൂട്ടിയപ്പോൾ അതേ സംഖ്യയാണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ, A%-നോട് B കൂട്ടിയപ്പോൾ അതേ സംഖ്യയാണ് കിട്ടുന്നതെങ്കിൽ ഏതാണ് ഇക്വേഷൻ? B/100 - A. ഓക്കെ, കൂട്ടിയ സാധനം മേളിൽ പെർസെൻറ്റേജ് 100 നിന്ന് കുറയ്ക്കുക, × 100. കഴിഞ്ഞു. നമുക്ക് എന്ത് പെട്ടെന്നാണ് ആൻസർ കിട്ടുന്നതെന്ന് നോക്കിയേ. ഇനി ഒരു സംഖ്യയുടെ 75%-നോട് 250 കൂട്ടിയാൽ യഥാർത്ഥ സംഖ്യയുടെ ഇരട്ടി കിട്ടി. ഓക്കെ, ഇരട്ടി ലഭിക്കുമെങ്കിൽ സംഖ്യ എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളോട് 75%, ഇത് വേറൊരു ടൈപ്പാണ്. അപ്പോൾ നമ്മുടെ നിങ്ങൾ ശ്രദ്ധിക്കണം, ഇവിടെ ഇരട്ടിയാണ്. അപ്പോൾ ഇരട്ടിയാകുമ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താകുമെന്ന് അറിയോ? B/ അതേ സംഖ്യ എന്ന് പറയുമ്പോൾ 100 - A അല്ലേ എടുത്തത്. ഇവിടെ ഇരട്ടി എന്ന് പറയുമ്പോൾ 200 - A. ഓക്കെ, ഇരട്ടി എന്ന് പറയുമ്പോൾ 100% എന്ന് പറയുന്നതാണ് അതേ സംഖ്യ അല്ലേ? അതേ സാധനം എന്ന് പറയുന്നത് 100% ആണ്. ഇരട്ടി എന്ന് പറഞ്ഞാൽ 200 ആയില്ലേ? അതാണ്. അപ്പോൾ B/200 - A × 100. അതിൻ്റെ ഒരു കൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അതായത്
ഇരട്ടി എന്ന് പറഞ്ഞാൽ 200 ആണ്. ഇപ്പോൾ നമ്മളൊരു സാധനം പറയാൻ നേരത്തെ ഒരു സാധനത്തിൻ്റെ അതേ സംഖ്യ എന്ന് പറഞ്ഞത് 100 ആണ്. സെയിം എന്ന് പറയുന്നത് 100 ആണ്. ഡബിൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കേണ്ടത് അത് എത്ര പെർസെൻറ്റേജ് ആണ്? 200% ആണ്. അപ്പോൾ സെയിം എന്ന് പറഞ്ഞാൽ 100%, ഡബിൾ എന്ന് പറഞ്ഞാൽ 200% ആണ്. ഓക്കെ, ഇരട്ടി എന്ന് പറഞ്ഞാൽ 200 ആണ്. 3 ഇരട്ടി എന്ന് പറഞ്ഞാൽ എത്രയാണ്? 300% ആണ്. ഓക്കെ, അപ്പോൾ ഈ 100 കൂടി പോവാണ്. 100 ആണ് സെയിം. ഓക്കെ, അപ്പോൾ b/200 - a × 100. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് വരും? ഇവിടെ b എത്രയാ? ഇത് b 250 b ആണ്, a 75. വേണ്ട, അപ്പോൾ b 250/200 - 75 × 100. ഓക്കെ, എത്ര ഒരു ആൻസർ? 200 - 75 125 അല്ലേ? 250/125 × 100 അല്ലേ? 125 2ആണ് 250. അപ്പോൾ നമുക്ക് ആൻസർ എത്ര കിട്ടി? 200. കണ്ട, 200 ഓപ്ഷനിൽ ഏതാ? ഓപ്ഷൻ ഡി, 200. ഓക്കെ, മനസ്സിലായല്ലേ? സംഭവം മനസ്സിലായല്ലോ. അപ്പോൾ ഇരട്ടി എന്ന് പറഞ്ഞ കാരണം നിങ്ങൾ എന്ത് ചെയ്താൽ മതി? 200 - a എന്ന് എഴുതിക്കോണം. സെയിം എന്ന് പറഞ്ഞായിരുന്നെങ്കിൽ നിങ്ങൾ 100 - a എന്ന് എഴുതുമായിരുന്നു അല്ലേ? സെയിം എന്ന് പറയുമ്പോൾ നമ്മൾ 100 - a എന്ന് എഴുതുമായിരുന്നു. ഇരട്ടി എന്ന് പറഞ്ഞ കാരണം 200 - a എന്ന് എഴുതുമായിരുന്നു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. അടുത്തത്, ഒരു സംഖ്യയുടെ 50% 450 കൂട്ടിയാൽ യഥാർത്ഥ സംഖ്യയുടെ ഇരട്ടി. ഓക്കെ, ഇരട്ടി തന്നെയാണ് നമ്മുടെ ഇവിടെ ക്വസ്റ്റ്യൻ, ഇരട്ടിയാണ്. അപ്പോൾ നമ്മുടെ b/200 - a × 100. ഓക്കെ, ഈ 50% എന്നുള്ളത് എയും 450 എന്നുള്ളത് ബിയും ആണ്. അപ്പോൾ 450/200 - 50 × 100 അല്ലേ? കറക്റ്റ് അല്ലേ? അപ്പോൾ 450/200 - 50 എത്രയാണ്? 150 അല്ലേ? × 100. 150 3 അല്ലേ? 450 3. അപ്പോൾ എത്ര കിട്ടിയ ആൻസർ? 300. കണ്ട, ഓപ്ഷൻ ബി ആണ് ആൻസർ, 300. ഓപ്ഷൻ ബി ആണ് 300. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? ഇനി ഇതാ, ഒരു സംഖ്യയുടെ 50% 450 കൂട്ടിയാൽ യഥാർത്ഥ സംഖ്യയുടെ ഇരട്ടി. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ഇരട്ടി. ഇവിടെ നിങ്ങൾ ഇരട്ടി എന്നുള്ളത് ശ്രദ്ധിച്ചോണം. ഇവിടെ എ എത്രയാണ്? 50 ആണ്. ബി എന്ന് പറയുന്നത് 450 ആണ്. ജസ്റ്റ് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ b/200 - a. 200 എന്തുകൊണ്ടാണ് വന്നത്? 200 എന്തുകൊണ്ടാണ് വന്നത്? ഇരട്ടി എന്ന് പറഞ്ഞ കാരണമാണ് നമ്മളിവിടെ 200 വന്നിരിക്കുന്നത്. അപ്പോൾ b/200 - a × 100. അപ്പോൾ ബി എത്രയാണ്? ബി 450 ആണ്. ഇത് എത്രയാണ്? 200 - 50 × 100 അല്ലേ? അപ്പോൾ 450 എത്ര വരും? 150. ഇത് നമ്മളിപ്പോൾ ചെയ്തല്ലോ, ഒരു പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടല്ലേ? 150 3 ആണ് 450. അപ്പോൾ നമുക്ക് 300. ഈ ക്വസ്റ്റൻ അല്ലേ തൊട്ട് മുന്നേ ചെയ്ത്? 300 ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, എന്നിട്ട് ക്വസ്റ്റൻ റിപ്പീറ്റായി വന്നേക്കുന്നതാണ്. ഒരു സംഖ്യയുടെ 40% 120 കൂട്ടിയാൽ യഥാർത്ഥ സംഖ്യയുടെ ഇരട്ടി അല്ലേ? ഇരട്ടി നമ്മൾ കൂട്ടി. ഇതേതാണ്? 40% എന്ന് പറയുന്നത് എ ആണ്. ആ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് തന്നിരിക്കുന്ന സാധനമായിരിക്കും എ. കൂട്ടുന്ന സംഖ്യയാണ് ബി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടിയ ആൻസർ? b/100 അല്ല, 200 - a. ഇരട്ടിയാണ് നമുക്ക് തന്നിരിക്കുന്നത് അല്ലേ? × 100. ബി എത്രയാണ്? 120/200 എത്രയാണ്? അല്ല, 200 - 40 × 100 അല്ല, 200 - 40 എത്രയാ? 60 അല്ലേ? 160 അല്ലേ? 160 × 100. ഓക്കെ, അപ്പോൾ എത്ര കിട്ടും ആൻസർ? ഇപ്പോൾ ഇത് ചെയ്ത് കഴിയുമ്പം ഒരു 0 പോയി നിങ്ങൾ ചെയ്തോണം. ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് 75% എന്ന് കിട്ടും. ഓക്കെ, 75% അല്ലേ? നോക്കാം നമുക്ക്. ഇവിടെ 8, ഇവിടെ 4 4 16, 4 3 12, 4 വരുമ്പോൾ ഇവിടെ 2 അല്ലേ? ഇവിടെ 5. ഇപ്പോൾ എത്ര വരും? 15 പേരുണ്ട്, 7.5. ഓക്കെ, 75% എന്ന് കിട്ടും നിങ്ങൾക്ക്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ അല്ലേ? ഇവിടെ 50 ആണ്. 50 3 150. 150ൻ്റെ പകുതി എത്രയാണ്? അല്ലെങ്കിൽ ഇവിടെ വെട്ടി ഇത് 25 ആയി. 25 3 75. ഓക്കെ, 75% എന്ന് കിട്ടും. അപ്പോൾ അത് മനസ്സിലായല്ലോ അല്ലേ? അപ്പോൾ ഇരട്ടി കിട്ടുക എന്ന് പറഞ്ഞാൽ 200 - a എന്ന് എടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ഒരു സംഖ്യയുടെ a%നോട് b കൂട്ടിയാൽ അതേ സംഖ്യ കിട്ടുക എന്ന് പറഞ്ഞാൽ b/100 - a × 100. ഇനി അത് സംഖ്യയോട്
എ പെർസെൻറ്റേജിനോട് ബി കൂട്ടിയാൽ സംഖ്യയുടെ ഇരട്ടി കിട്ടുക എന്ന് പറഞ്ഞാൽ ബി ബൈ 200 മൈനസ് എ ഇൻറ്റു 100. ഈസിയാണ് ചെയ്യാനായിട്ട്. ഓക്കെ, ഇനി അടുത്തത് വേറൊരു പാറ്റേൺ. ഒരു സംഖ്യയുടെ 10% 40 ആയാൽ സംഖ്യയുടെ 25% എത്ര? ഓക്കെ, ഒരു സംഖ്യയുടെ എ പെർസെൻറ്റേജ് പി ആണെന്ന് വിചാരിക്കുക. ഓക്കെ, ഒരു സംഖ്യയുടെ എ പെർസെൻറ്റേജ് പി ആണെങ്കിൽ ബി പെർസെൻറ്റേജ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ബി ബൈ എ ഇൻറ്റു പി. ഓക്കെ, ഇത്രയും ചെയ്താൽ മതി. ബി പെർസെൻറ്റേജ് കണ്ടുപിടിക്കാൻ ബി ബൈ എ ഇൻറ്റു പി. അതായത് എ പെർസെൻറ്റേജ് എത്രയാണ്? പി ആണ്. ബി പെർസെൻറ്റേജ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, എ പെർസെൻറ്റേജ് പി ആണെങ്കിൽ ബി പെർസെൻറ്റേജ് കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്യുക? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി നിങ്ങൾ. ഇങ്ങനെ അല്ലേ, ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ഇങ്ങനെയല്ലേ, ബി ഇൻറ്റു പി അല്ലേ. ബി ഇൻറ്റു പി, എ താഴത്തേക്ക് വരും, ബി ഇൻറ്റു പി ബൈ എ. ഇതാണ് ആൻസർ. ഓക്കെ, മനസ്സിലായോ? ഒന്നുകൂടെ കാണിച്ചു തരാം. ഒരു സംഖ്യയുടെ എ പെർസെൻറ്റേജ് എന്താണ്? പി ആണ്. ബി പെർസെൻറ്റേജ് ആണ് നിങ്ങൾക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇത് നമുക്കറിയില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ എന്താ? ബി ഇൻറ്റു പി ബൈ എ. അത് നിങ്ങൾക്ക് എളുപ്പം. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താ? 10% എന്ന് പറഞ്ഞാൽ 40 ആണ്. 25% ആണ് നമുക്ക് അറിയാൻ പാടില്ല. നമ്മൾ എന്ത് ചെയ്താൽ മതി? 25 ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ 25 ഇൻറ്റു 40, ഈ 10 താഴത്തേക്ക് ബൈ 10. അപ്പോൾ എത്ര വരും? 25 4 100 എന്ന് കിട്ടും ആൻസർ. കേട്ടോ, 100 നമ്മുടെ ആൻസർ, ഓപ്ഷൻ ബി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഒരു സംഖ്യയുടെ 15% 9 ആയാൽ സംഖ്യയുടെ 50% എത്ര? അപ്പോൾ നമ്മൾ 15% എന്ന് പറഞ്ഞത് ഇങ്ങനെ ഇട്ടു, 9 ആണ്. 50% ആണ് നമുക്ക് അറിയേണ്ടത്. 50% നമുക്ക് അറിയില്ല, എക്സ് ആണ്. ഇപ്പോൾ എക്സ് കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്യുക? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. ഇങ്ങനെ ഇപ്പോൾ ഇതാ എക്സ് ഈസ് ഈക്വൽ ടു 15 എക്സ് ഈക്വൽ ടു 50 ഇൻറ്റു 9 ബൈ 15. മനസ്സിലായില്ലേ? 50 ഇൻറ്റു ഇതിങ്ങനെ ഇങ്ങോട്ട് പോയി, ഈ 15 അങ്ങോട്ട് വന്നു താഴത്തേക്ക് അല്ലേ. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയല്ലേ? എ ബൈ ബി ഈസ് ഈക്വൽ ടു സി ബൈ ഡി ആണെങ്കിൽ ഇങ്ങനെയല്ലേ, എ ഡി അല്ലേ, എ ഡി ഈസ് ഈക്വൽ ടു ബി സി എന്നല്ലേ, അങ്ങനെയല്ല നമ്മൾ എഴുതുന്നത്. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാമെന്ന് പറയും അതിനെ. ഓക്കെ, അപ്പോൾ എക്സ് എന്ന് പറഞ്ഞാൽ 50 ഇൻറ്റു 9 ബൈ 15 എന്ന് കിട്ടും. ഇത് എത്ര വരും? നമ്മൾ 5 വെച്ച് കട്ട് ചെയ്ത് അവിടെ 3 വരും അല്ലേ. ഇവിടെ 15 50, ഈ 3 വെട്ടി 3 ഇൻറ്റു 10 30%. ആൻസർ സി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ഒരു ഗ്രാമത്തിലെ ജനസംഖ്യ 10,000-ൽ നിന്ന് 14,000-ആയി വർദ്ധിച്ചാൽ വർധനവിൻ്റെ ശതമാനം എത്ര? ഇത് നമ്മൾ സാധാരണ പണ്ട് മുതലേ ചെയ്യുന്നതാണ്. വർധനവിൻ്റെ ശതമാനം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യുക? വർധനവ് എത്രയാണെന്ന് കണ്ടുപിടിക്കുക ബൈ ആദ്യത്തെ വില. ഓക്കെ, ഇപ്പോൾ വർധനവ് എത്രയാണ്? വർധനവ് ഓക്കെ ബൈ ആദ്യ വില. ആദ്യം എത്രയായിരുന്നു? ഇൻറ്റു 100. ഓക്കെ, എത്രയേ ഉള്ളൂ നമ്മുടെ ഇക്വേഷൻ. വർധനവ് ബൈ ആദ്യ വില ഇൻറ്റു 100 ആണ് വർധനവിൻ്റെ ശതമാനം. വർധനവ് എത്രയാണ് ഇവിടെ? 14,000 ആയില്ലേ. 10,000-ൽ നിന്നല്ലേ 14,000 ആയേ. 14,000 മൈനസ് 10,000, അപ്പോൾ നമുക്കൊരു 4,000 കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മുടെ ആൻസർ എന്ത് കിട്ടും? 4,000 ബൈ 10,000. ആദ്യ വില 10,000 അല്ലേ, ഇൻറ്റു 100. ഈ പൂജ്യവും പോയി, ഈ പൂജ്യം പോയി. അപ്പോൾ നമുക്ക് എത്രയാണ്? 40% അല്ലേ. 40%. ഓപ്ഷൻ ബി ആണ് ആൻസർ. ഓക്കെ, 40%. ഒരു സാധനത്തിൻ്റെ വില 750 രൂപയിൽ നിന്ന് 900-ആയി വർദ്ധിച്ചു. വർധനവിൻ്റെ ശതമാനം നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത്? വർധനവ് ബൈ ആദ്യ വില അല്ലേ. വർധനവ് ബൈ ആദ്യ വില. വർധനവ് എത്രയാണ്? 900 മൈനസ് 750 അല്ലേ. ഇപ്പോഴത്തെ വില മൈനസ് ആദ്യത്തെ വില, അതാണ് 900 മൈനസ് 750 ബൈ ആദ്യ വില എത്രയാണ്? 750 ഇൻറ്റു 100. 900 മൈനസ് 750 എത്രയാണ്? 150. 150 അല്ലേ. 150 ഇൻറ്റു 100 ബൈ 750. ഇത് ചെയ്ത് കഴിയുമ്പോൾ എത്ര കിട്ടും? ഇത് 0 പോയി 75 2 150. അപ്പോൾ 20% എന്ന് കിട്ടും. കേട്ടോ, ഓപ്ഷൻ എ 20% എന്ന് കിട്ടി. അപ്പോൾ ഒരു സാധനത്തിൻ്റെ വില 750-ൽ നിന്ന് 900-ആയി. അപ്പോൾ അങ്ങനെ വർദ്ധിച്ചു എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് കണ്ടുപിടിക്കുക? കൂടിയ വില എന്തോരം കൂടിയെന്ന് കണ്ടുപിടിക്കുക ബൈ ആദ്യത്തെ വില എടുക്കുക ഇൻറ്റു 100 ചെയ്തേക്കുക. ഓക്കെ, ഇതാ
ഇത് അരിയാണ്. അരിയുടെ വില 30-ൽ നിന്ന് 45 വർദ്ധിച്ചാൽ വർധനവിൻ്റെ ശതമാനം. നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു? വർധനവ് ബൈ ആദ്യ വില, ഓക്കെ, ഇൻറ്റു 100 അല്ലേ. വർധനവ് എത്രയാണ്? 45 മൈനസ് 30 അല്ലേ, ഇൻറ്റു 100 ബൈ ആദ്യ വില എത്രയാണ്? 30. 45 മൈനസ് 30 എത്രയാണ്? 15 ഇൻറ്റു 100 ബൈ 30. 15 2 30, ഈ രണ്ടും ഇതും വെട്ടിയിട്ട് 100 വെട്ടിയിട്ട് 50. അപ്പോൾ നമുക്ക് എത്ര ശതമാനം വില കൂടി? 50% വില കൂടി. ഇത്രയേ ഉള്ളൂ, 50% വില കൂടി. അരിയുടെ വില 30-ൽ നിന്ന് 45 വർദ്ധിച്ചു എന്ന് പറഞ്ഞാൽ എത്ര കൂടിയെന്നും കണ്ടുപിടിക്കാം. 45 മൈനസ് 30, 15 ആണ് കൂടിയിരിക്കുന്നത്. അപ്പോൾ 15 ബൈ ആദ്യത്തെ വിലയായ 30 ഇൻറ്റു 100. അടുത്ത ക്വസ്റ്റ്യൻ, 75-ൻ്റെ 30% 30-ൻ്റെ എത്ര ശതമാനത്തിന് തുല്യമാണ്? സിമ്പിളാണ്, നിങ്ങൾ ചെയ്യാനൊന്നും പോകണ്ട. അപ്പോൾ എയുടെ ബി ശതമാനം എന്ന് പറഞ്ഞാൽ ബി ശതമാനം, ഓക്കെ, എയുടെ ബി ശതമാനം എന്ന് പറഞ്ഞാൽ എയുടെ ബി ശതമാനം, എ പെർസെൻറ്റേജിൻ്റെ അല്ല, എയുടെ ബി ശതമാനം എന്ന് പറഞ്ഞാൽ ബിയുടെ എ ശതമാനത്തിന് തുല്യമായിരിക്കും. സിമ്പിൾ. എയുടെ ബി ശതമാനം എന്ന് പറഞ്ഞാൽ ബിയുടെ എ ശതമാനത്തിന് തുല്യമായിരിക്കും. മനസ്സിലായോ? എയുടെ ബി ശതമാനം എന്ന് പറഞ്ഞാൽ ബിയുടെ എ ശതമാനത്തിന് തുല്യം. മനസ്സിലായോ? എയുടെ ബി ശതമാനം എന്ന് പറഞ്ഞാൽ എന്താണ്? ബിയുടെ എ ശതമാനം. എയുടെ ബി ശതമാനം ഈസ് ഈക്വൽ ടു ബിയുടെ എ ശതമാനം. ഇവിടെ നമ്മുടെ എത്രയാ? 75-ൻ്റെ 30% അല്ലേ. 75-ൻ്റെ 30% ഈസ് ഈക്വൽ ടു 30-ൻ്റെ എത്രയാ? ഇവിടെ എ എത്രയാ? എ 75, ബി 30 അല്ലേ. ഇത് ബി, എ ബി. എയുടെ ബി ശതമാനം 30-ൻ്റെ എത്ര ശതമാനമായിരിക്കും? 75% ആയിരിക്കില്ലേ. ആൻസർ ഏതാണ്? ഇതായത്. മനസ്സിലായില്ലേ? എയുടെ ബി ശതമാനം എന്ന് പറഞ്ഞാൽ ബിയുടെ ശതമാനം. അപ്പോൾ ഇവിടെ നമ്മുടെ 75-ൻ്റെ 30% എന്ന് പറഞ്ഞാൽ 30-ൻ്റെ 70% ആയിരിക്കും. 75-ൻ്റെ 30% എന്ന് പറഞ്ഞാൽ 30-ൻ്റെ 75% തുല്യമായിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. സെയിം തന്നെയാണ്. 42-ൻ്റെ 19%, 19-ൻ്റെ എത്ര ശതമാനമാണ്? അതായത് എയുടെ ബി ശതമാനം എന്ന് പറഞ്ഞാൽ ബിയുടെ എ ശതമാനത്തിന് തുല്യമാണല്ലേ. എയുടെ ബി ശതമാനം ബിയുടെ എ ശതമാനത്തിന് തുല്യമാണ്. ഇവിടെ എ എത്രയാ? 42% എത്ര? ബി എത്രയാ? 19. അപ്പോൾ 19-ൻ്റെ എത്ര ശതമാനമായിരിക്കും? 42% ആയിരിക്കില്ലേ അല്ലേ. 42-ൻ്റെ 19%, 19-ൻ്റെ 42% തുല്യമായിരിക്കും എന്നാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, അടുത്തത്, ഒരു പരീക്ഷയ്ക്ക് ജയിക്കാൻ 40% മാർക്ക് വേണം. ഓക്കെ, അടുത്ത പാറ്റേൺ ആണ്. ഒരു പരീക്ഷയ്ക്ക് ജയിക്കാൻ 40%. മറ്റേ ആദ്യത്തെ ഒരു ക്വസ്റ്റ്യൻ വേണേൽ ഞാൻ പറയാം. അപ്പോൾ നിങ്ങൾ വേറെ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. 70-ൻ്റെ 20% എന്ന് പറഞ്ഞാൽ എത്രയാ? 70-ൻ്റെ 20%, 20-ൻ്റെ എത്ര ശതമാനമായിരിക്കും? 20-ൻ്റെ 70% ആയിരിക്കും. ഓക്കെ, 70-ൻ്റെ 20% എന്ന് പറഞ്ഞാൽ 20-ൻ്റെ 70%. ഇപ്പം നമ്മളോട് പറയുകയാണ് 5-ൻ്റെ 10% എന്ന് പറഞ്ഞാൽ 10-ൻ്റെ 5% ഈക്വൽ ആയിരിക്കും. ഓക്കെ, 5-ൻ്റെ 10%, 10-ൻ്റെ 5% ഈക്വൽ ആയിരിക്കും. ഇങ്ങനെ നിങ്ങൾ ഓർത്തിരിക്കുക. 70-ൻ്റെ 20% എന്ന് പറഞ്ഞാൽ 20-ൻ്റെ 70%-നോട് തുല്യമായിരിക്കും. ഓക്കെ, നിങ്ങൾ ചെയ്യാനൊന്നും പോകണ്ട, ഡയറക്റ്റ് അങ്ങ് എഴുതിയാൽ മതി. ഇനി ഒരു പരീക്ഷയ്ക്ക്, അടുത്ത പാറ്റാണ്, ഒരു പരീക്ഷയ്ക്ക് ജയിക്കാൻ 40% മാർക്ക് വേണം. 120 മാർക്ക് ലഭിച്ച കുട്ടി 80 മാർക്കിൻ്റെ കുറവിൽ പരാജയപ്പെട്ടുവെങ്കിൽ എത്ര മാർക്കിനാണ് പരീക്ഷ എഴുതിയത്? ഓക്കെ, അതായത് 40% മാർക്ക് വേണം. പക്ഷേ കുട്ടിക്ക് എത്ര മാർക്കേ ഉള്ളൂ? 120 കിട്ടിയുള്ളൂ. അപ്പോൾ 120 കിട്ടി, എത്ര മാർക്കിന് തോറ്റുപോയി? 80 മാർക്കിന് തോറ്റു. ഓക്കെ, അപ്പോൾ 120 കിട്ടിയ കുട്ടി 80 മാർക്കിന് തോറ്റു എന്ന് പറഞ്ഞാൽ 80 മാർക്കോടെ കിട്ടിയാൽ ആ കുട്ടി ജയിക്കുമായിരുന്നേ. ഓക്കെ, 120 മാർക്ക് കിട്ടിയ കുട്ടി 80 മാർക്കിന് തോറ്റു എന്ന് പറഞ്ഞാൽ അതിന് 80 മാർക്കോടെ കിട്ടിയിരുന്നെങ്കിൽ, അപ്പോൾ 120-ൻ്റെ കൂടെ ഒരു 80 കൂടെ കിട്ടിയിരുന്നെങ്കിൽ ആ കുട്ടി ജയിച്ചേനെ. അപ്പോൾ എത്ര കിട്ടിയാൽ ജയിച്ചേനെ? 200 മാർക്ക് കിട്ടിയാൽ ജയിച്ചേനെ അയാൾ. മനസ്സിലായോ? അപ്പോൾ 120 മാർക്കാണ് അയാൾക്ക് കിട്ടിയത്, 80 കിട്ടിയാൽ ജയിച്ചേനെ. അപ്പോൾ 120-ൻ്റെ കൂടെ 80 കൂട്ടിയാൽ 200 മാർക്ക് കിട്ടിയാൽ അയാൾ ജയിച്ചേനെ. അപ്പോൾ 200 മാർക്ക് എന്ന് പറയുന്നത് എത്ര ശതമാനമാണ്? 40% 200 മാർക്ക് അല്ലേ. 40% 200 മാർക്ക്. നമുക്ക് എത്ര ശതമാനമാണ് കണ്ടുപിടിക്കേണ്ടത്? അതേ പരീക്ഷയിൽ ഫുൾ മാർക്ക് എന്ന് പറഞ്ഞാൽ 100% അല്ലേ, 100% അല്ലേ നമുക്ക് കണ്ടുപിടിക്കണ്ടേ? മനസ്സിലായോ? അതായത് 120 മാർക്ക് മേടിച്ച കുട്ടി 80 മാർക്കിന് തോറ്റു എന്ന് പറഞ്ഞാൽ 120 80 കൂട്ടി 200 കിട്ടിയിരുന്നെങ്കിൽ ആ കുട്ടി ജയിച്ചേനെ. 200 എന്ന് പറഞ്ഞാൽ 80 എത്ര ശതമാനം ജയിക്കുമെന്ന് പറഞ്ഞാൽ 40% ആയിരുന്നു. അപ്പോൾ 40% നിങ്ങൾക്ക് കിട്ടി 200. 100% കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. എങ്ങനെ വരും? 200 ഇൻറ്റു 100 അല്ലേ. 200 ഇൻറ്റു 100, ഈ 40 താഴത്തേക്കല്ലേ പോകുന്നത്? 40. അപ്പോൾ 0 0 പോയി 5 അല്ലേ. 500 മാർക്കിനാണ് ആ കുട്ടി പരീക്ഷ എഴുതിയത്. ഓക്കെ, ഓപ്ഷൻ
ഡി. മനസ്സിലായല്ലോ? അപ്പോൾ അതായത് ഈ 120 മാർക്കാണ് കുട്ടിക്ക് കിട്ടിയത്. ആ 120 മാർക്കിൻ്റെ കൂടെ 80 കൂടെ കിട്ടിയാൽ അയാൾ ജയിച്ചേരെ. ജയിക്കാൻ വേണ്ടി നമുക്ക് എത്ര മാർക്ക് വേണമെന്നറിയാം? 40% വേണമെന്നറിയാം. അപ്പോൾ 120ൻ്റെ കൂടെ 80 കൂടെ കൂട്ടിയാൽ 200 മാർക്കാണ്. 200 മാർക്ക് എന്ന് പറഞ്ഞാൽ അപ്പോൾ 40% ആയിരിക്കും. അപ്പോൾ 40% കിട്ടിയാൽ ആ കുട്ടി ജയിച്ചേനെ. ഓക്കെ, അപ്പോൾ 40%. അപ്പോൾ 200 എന്ന് പറയുന്നത് 40%. അപ്പോൾ ഞാൻ ഇങ്ങനെ എഴുതി 40% സമം 200. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എത്രയാണ്? ഫുൾ മാർക്ക് എത്രയാണെന്ന് കണ്ടുപിടിക്കണ്ടേ? അത് 100% അല്ലേ? ഫുള്ളെന്ന് പറഞ്ഞാൽ 100 ഞാൻ പറഞ്ഞായിരുന്നു. ഇരട്ടി എന്ന് പറഞ്ഞാൽ 200 ഞാൻ പറഞ്ഞിരുന്നു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. അതിനെ കണ്ടുപിടിക്കാൻ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാനല്ലേ ഞാൻ പറഞ്ഞത്? 100 × 200/40. അത് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് 500 എന്ന് കിട്ടും. ഓക്കെ, 45 ആണ് 200. 500 500. ഓക്കെ, 500 മാർക്കായിരുന്നു ആ പരീക്ഷയുടെ ടോട്ടൽ മാർക്ക്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഒരു പരീക്ഷയ്ക്ക് വിജയിക്കാൻ 40% മാർക്ക് വേണം. സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്, റിപ്പീറ്റ് ചെയ്ത് വന്നതാണ്. ഒരു പരീക്ഷ ജയിക്കാൻ 50% മാർക്ക് വേണം. ഓക്കെ, 320 മാർക്ക് ലഭിച്ച കുട്ടി 30 മാർക്കിൻ്റെ കുറവിൽ പരാജയപ്പെട്ടു. ഓക്കെ, 30 മാർക്കിൻ്റെ കുറവിലാണ് പരാജയപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ എത്ര മാർക്കിനാണ് പരീക്ഷ എഴുതിയത്? അപ്പോൾ 100% മാർക്കാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അല്ലേ? അപ്പോൾ ജയിക്കാൻ എത്ര ശതമാനം മാർക്ക് വേണം? 50% വേണം. അപ്പോൾ എത്ര മാർക്ക് കിട്ടി കുട്ടിക്ക്? 320 കിട്ടി. എത്ര ഗണം കിട്ടിയാൽ ജയിച്ചേനെ? 30 മാർക്കോടെ കിട്ടിയാൽ ജയിച്ചേനെ. അപ്പോൾ എത്ര കിട്ടിയാൽ ജയിച്ചേനെ കുട്ടി? 350 മാർക്ക് കിട്ടിയാൽ ജയിച്ചേനെ. മനസ്സിലായോ? അപ്പോൾ 350 മാർക്കാണ് കുട്ടി കിട്ടിയാൽ ജയിക്കുന്നത്. അത് വിജയിക്കാൻ വേണ്ട മാർക്ക് എത്രയാണ്? 350. അത് എത്ര %ആണ്? 50% ആണ്. അപ്പോൾ 50% സമം 350. 50% സമം 350 ആണ്. നമുക്ക് എത്ര % കണ്ടുപിടിക്കേണ്ടത്? 100% എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. അപ്പോൾ 100 × 350/50 അല്ലേ? ഒരു 0 പോയി 7 അല്ലേ? 7 5 35. അപ്പോൾ എത്ര മാർക്കിനാണ് പരീക്ഷ എഴുതിയത്? 700 മാർക്കിനല്ലേ? 700 മാർക്കിനാണ് കുട്ടി പരീക്ഷ എഴുതിയത്. മനസ്സിലായല്ലോ? അപ്പോൾ നമ്മളെ കിട്ടിയ മാർക്ക് എത്രയാണ്? 320. അതിൻ്റെ കൂടെ എത്ര മാർക്കിനും കിട്ടിയാൽ കുട്ടി പാസ്സായേനെ? 30 മാർക്ക്. 320 + 30 ഇട്ടു. അപ്പോൾ 350 കിട്ടി. 350 എന്ന് പറയുന്നത് 50% ആണ്. അപ്പോൾ 100% നിങ്ങൾ അതിൽ നിന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കണ്ടുപിടിക്കുക. അല്ലെങ്കിൽ 50%ൻ്റെ ഇരട്ടിയായിരിക്കും 100% അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഒരു പരീക്ഷയിൽ ജയിക്കാനായി 40% മാർക്ക് വേണം. 370 മാർക്ക് നേടിയ കുട്ടി 30 മാർക്കിൻ്റെ കുറേ പരാജയപ്പെട്ടു. എത്ര മാർക്കിനായിരുന്നു പരീക്ഷ? അപ്പോൾ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? വിജയിക്കാൻ വേണ്ട മാർക്ക് അല്ലേ? ജയിക്കാൻ വേണ്ട മാർക്ക്. ഇങ്ങനെ സ്റ്റെപ്പൊന്നും എഴുതണ്ട. 370 + 30 അല്ലേ? അപ്പോൾ എത്ര മതി? 400 മാർക്കാണ് വിജയിക്കാൻ വേണ്ടത്. പക്ഷേ 400 മാർക്ക് എന്ന് പറഞ്ഞാൽ എത്ര % ആണ്? 40%. അപ്പോൾ 40% എന്ന് പറയുന്നതാണ് 400. നമുക്ക് പരീക്ഷയുടെ മൊത്തം മാർക്കാണ് വേണ്ടത്. അപ്പോൾ 100% ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 100 × 400/40. 0 0 പോയി 4 10 40. അപ്പോൾ 100 × 10 എത്രയാണ്? 1000 മാർക്കിനാണ് ആ കുട്ടി പരീക്ഷ ചെയ്തത് കേട്ടോ. 1000 മാർക്കിന്. ഓക്കെ, 1000 മാർക്കിനാണ് ആ കുട്ടി പരീക്ഷ എഴുതിയത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇനി അരുണിൻ്റെ വരുമാനം അരവിന്ദൻ്റെ വരുമാനത്തിനേക്കാൾ 25% കൂടുതലാണ്. ഓക്കെ, അരുണിൻ്റെ വരുമാനം അരവിന്ദൻ്റെ വരുമാനത്തിനേക്കാൾ 25% കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ അരവിന്ദൻ്റെ വരുമാനം അരുണിൻ്റെ വരുമാനത്തെക്കാൾ എത്ര ശതമാനം കുറവാണെന്നാണ് ക്വസ്റ്റ്യൻ. എത്ര ശതമാനം കുറവാണ്? ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമ്മൾ പറയുകയാണ്. അപ്പോൾ എയുടെ വരുമാനം ബിയുടെ വരുമാനത്തേക്കാൾ 6% കൂടുതലാണെങ്കിൽ, ഓക്കെ, 6% കൂടുതൽ ആണെങ്കിൽ, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാലേ ബിയുടെ വരുമാനം എയുടെ വരുമാനം ബിയുടെ വരുമാനത്തേക്കാൾ 6% കൂടുതലാണെങ്കിൽ ബിയുടെ വരുമാനം എയുടെ വരുമാനത്തേക്കാൾ എത്ര കുറവായിരിക്കും എന്നറിയാമോ? 6/100 + R × 100. ഇത്ര % കുറവായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ എയുടെ വരുമാനം ബിയുടെ വരുമാനത്തേക്കാൾ 6% കൂടുതലാണ്. എയുടെ വരുമാനം കൂടുതലാണ് ബിയിനേക്കാൾ. അപ്പോൾ ബിയുടെ വരുമാനം കുറച്ച് കുറവായിരിക്കുമല്ലോ. അത് എത്രയായിരിക്കും കുറവ്? 6/100 + R. ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് ആകെ തരുന്നൊരു സാധനം ഒരു % ആയിരിക്കും തരുന്നത്. അപ്പോൾ നിങ്ങളിവിടെ കുറവ് എന്ന് കണ്ടാൽ ഇവിടെ പ്ലസ് ആയിരിക്കും അടിയിൽ.
ഇനി നിങ്ങളോട് ചിലപ്പോൾ അറിയാണ് എയുടെ വരുമാനം ബിയുടെ വരുമാനത്തേക്കാൾ 6% കുറവാണെങ്കിൽ ബിയുടെ വരുമാനം എത്രയായിരിക്കും, കൂടുതൽ എത്രയായിരിക്കും എന്ന് ചോദിച്ചാൽ ഇവിടെ വ്യത്യാസം വരും. അത് നമ്മൾ ചെയ്യാൻ ക്വസ്റ്റ്യൻ. ഇപ്പോൾ 25% കൂടുതലാണ്. അപ്പോൾ എത്രയാണ് എയുടെ വരുമാനം ബിയുടെ വരുമാനത്തേക്കാൾ 25% കൂടുതലാണ്. അപ്പോൾ ബിക്ക് എത്രയാണ് കുറവെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇത്രയും ചെയ്താൽ മതി. 6 എത്രയാണ് ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത്? 25 അല്ലേ. അപ്പോൾ 25/100 + 25 × 100 അല്ലേ. 100 + 25 125. 25/125 × 100 അല്ലേ. അപ്പോൾ 25 എത്ര വരും? 25 3 അല്ലേ. 25 3 അല്ല 25 4 അല്ലേ 125. 25 4 125. അപ്പോൾ 100/4 എത്രയാണ്? 25. 25% ആണ്. അല്ല 25 5 അല്ലേ 125. 25 5 125. അപ്പോൾ 20% അല്ലേ. 100/5 20%. ആൻസർ 20%. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നമുക്ക് രണ്ടോളം ചെയ്താൽ നിങ്ങൾക്ക് ഓക്കെ ആവുന്നത്. എയുടെ വരുമാനം ബിയുടെ വരുമാനത്തേക്കാൾ 20% കൂടുതലെങ്കിൽ ബിയുടെ വരുമാനം എയുടേതിനേക്കാൾ എത്ര ശതമാനം കുറവാണ്? അപ്പോൾ നമുക്ക് എന്തെഴുതാം? 6/100 + R എന്നല്ലേ നമ്മുടെ ഇക്വേഷൻ. R എത്ര ഇവിടെ തന്നിരിക്കുന്നത്? 20. അപ്പോൾ 20/100 + 20. ഇവിടെ ഒരു 100 കൂടെ ഉണ്ടല്ലേ. × 100. 20/120 × 100. ഓക്കെ. ഒരു 0 പോയി. ഇനി എങ്ങനെ വരും ഇത്? ഇത് നിങ്ങൾ ചെയ്യുക. അപ്പോൾ ഇത് 6 അല്ലേ. 6 10 ഇതെത്ര വരും? 3 5. അപ്പോൾ 50/3 എന്ന് വരും. 50/3 ഇവിടെ നിങ്ങൾ ഇങ്ങനെയല്ലേ കിടക്കുന്നത്. അപ്പോൾ 50/3 ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് നോക്കുക. നിങ്ങൾ ഈ ഫ്രാക്ഷനായിട്ടാണ് കിടക്കുന്നത് അല്ലേ. 50/3. അപ്പോൾ നിങ്ങൾ 50/3 ചെയ്യുമ്പോൾ മിക്സഡ് ഫ്രാക്ഷനായിട്ടാണ് കിടക്കുന്നത്. 50/3. അപ്പോൾ നമുക്ക് എത്ര വരും? ഒരു 1 × 3 3 എത്ര വരും? 20 അല്ലേ. 20 വന്നു. 20 എന്ന് പറയാൻ നേരത്ത് 6. 6 × 3 18 അല്ലേ. ബാക്കി എത്രയുണ്ട്? 2 അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് വന്നു? 16 2/3 അല്ലേ. 16 2/3 അല്ലേ. അങ്ങനെയല്ലേ എഴുതുന്നത്. 16 2/3 എന്നല്ലേ എഴുതുന്നത്. ആൻസർ ഉണ്ടോ എന്ന് നോക്കിയേ. ഓപ്ഷൻ ഡി ആണ് ആൻസർ. 16 2/3. ഓക്കെ. അപ്പോൾ നമ്മളോട് എയുടെ വരുമാനം ബിയുടെ വരുമാനത്തേക്കാൾ 6% കൂടുതലാണെങ്കിൽ ബിയുടെ വരുമാനം എനേക്കാൾ എത്ര കുറവായിരിക്കും? 6/100 + R. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ. ഇനി ഒരു ചതുരത്തിൻ്റെ നീളം 10% വർദ്ധിപ്പിച്ചു. വീതി എത്ര ശതമാനം കുറച്ചാൽ വിസ്തീർണത്തിൽ വ്യത്യാസമുണ്ടാകില്ല? ഓക്കെ. നീളം 10% വർദ്ധിപ്പിച്ചപ്പോൾ വീതി എത്ര ശതമാനം കുറയ്ക്കണം? സെയിം തന്നെ എഴുതിയാൽ മതി നിങ്ങൾ. 6/100 + R. കുറയ്ക്കാനല്ലേ പറഞ്ഞിരിക്കുന്നത്. കുറച്ചാലെന്നാണ്. കുറിച്ചാലല്ല, കുറച്ചാൽ. 100 + R × 100. അപ്പോൾ ഇത് 10/100 + 10 × 100. ഓക്കെ. എത്ര വരും? 10/110 × 100. ഒരു 0 പോയി. ഇപ്പോൾ എത്ര വന്നു? 100/11 വരും അല്ലേ. 100/11. അപ്പോൾ എത്ര വരും ഇത്? ഇപ്പോൾ 10 പറ്റില്ലല്ലോ. 9 അല്ലേ പറ്റുള്ളൂ. 99 അല്ലേ. 99 1. അപ്പോൾ 9 1/11 ഒരു ആൻസർ. 9 1/11%. കിട്ടണം. 9 1/11%. ഓക്കെ. കിട്ടിയില്ലേ. ഇപ്പോൾ ചതുരത്തിന് നീളം 10% കൂട്ടി വീതി എത്ര ശതമാനം കുറയ്ക്കണമെന്ന് ചോദിച്ചാൽ എന്ത് ചെയ്താൽ മതി? ഈ സെയിം സാധനം കുറയ്ക്കാൻ പറഞ്ഞപ്പോഴാണ് ഇത് ചെയ്യുന്നത്. ഇനി ഒരു ടൂത്ത് പേസ്റ്റിൽ 50% കൂടുതൽ എന്ന് ചേർത്തിരിക്കുന്നു. അത് എത്ര ശതമാനം ഡിസ്കൗണ്ടിന് തുല്യമാണ്? ഓക്കെ. ഇതും സെയിം ഇക്വേഷൻ യൂസ് ചെയ്താൽ മതി. ഒരു ടൂത്ത് പേസ്റ്റിൽ 50% കൂടുതലെന്ന് ചേർത്തിരിക്കുന്നത്. അത് എത്ര ശതമാനം ഡിസ്കൗണ്ടാണ്? അതായത് വില ഇത്തിരി കുറവുണ്ട്. അത് എത്ര ശതമാനമാണ് കുറഞ്ഞിരിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കിയപ്പോൾ നമുക്ക് എന്ത് ചെയ്താം? ഇവിടെ R എന്ന് പറയുന്നത് 50 ആണ്. അപ്പോൾ 6/100 + R × 100. ഓക്കെ. R എത്രയാണ്? 50/50 + 100 × 100. അപ്പോൾ നമുക്ക് 50/150 × 100 അല്ലേ. ഒരു 0 പോയി. 3 10. അപ്പോൾ 100/3 എന്ന് വരും. 100/3. അപ്പം 100/3 എത്ര വരും? 33 അല്ലേ. 9 പിന്നെ 3. ഓക്കെ. 33 1/3%. 33 1/3%. ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. ഓക്കെ. അപ്പോൾ ആ ക്വസ്റ്റ്യനും കഴിഞ്ഞു. അടുത്ത ക്വസ്റ്റ്യൻ. എയുടെ വരുമാനം ബിയുടെ വരുമാനത്തേക്കാൾ 25% കുറവാണ്. ഓക്കെ.
എയുടെ വരുമാനം ബിയുടെ വരുമാനത്തേക്കാൾ 25% കുറവാണ് എങ്കിൽ ബിയുടെ വരുമാനം എയുടെ വരുമാനത്തേക്കാൾ എത്ര ശതമാനം കുറവല്ല കൂടുതലാണ്. ഓക്കെ, എയുടെ വരുമാനം ബിയുടെ വരുമാനത്തിൻ്റെ 25% കുറവാണ് എങ്കിൽ ബിയുടെ വരുമാനം എയുടെ വരുമാനത്തിൽ എത്ര ശതമാനം കൂടുതലാണെന്നാണ് ക്വസ്റ്റ്യൻ. കൂടുതലെന്നാണ് ക്വസ്റ്റ്യൻ എങ്കിൽ നിങ്ങൾ എടുക്കേണ്ടത് R/100 - R × 100. ഓക്കെ, കൂടുതൽ എന്ന് ചോദിച്ചാൽ കേട്ടോ, കൂടുതൽ ഇവിടെ കുറവ് വരുമ്പോഴല്ലേ 100 - R കൂടുതലല്ലേ 100 + R. ആ താഴത്തെ ഡിനോമിനേറ്ററിൽ കുറവ് വരുമ്പോഴാണ് നമ്മുടെ നമ്പർ മൊത്തത്തിൽ കൂടുന്നത്. അതാണ് നിങ്ങൾ കൂടുതൽ എത്രയാണെന്ന് ചോദിച്ചാൽ R/100 - R × 100 എടുക്കുക. കുറവ് എത്രയാണെന്ന് വെച്ചാൽ R/100 + R × 100 എടുക്കുക. ഇവിടെ എത്ര R തന്നിരിക്കുന്നത്? ഇതാണ് R, 25 അല്ലേ. അപ്പോൾ 25/100 - 25 × 100 അല്ലേ. 25/75 × 100 അല്ലേ. 25 3 75. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്ത 100/3 എത്രയാണ്? 33 1/3%. ഓക്കെ, 33 1/3%. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. രാമൻ്റെ വരുമാനം കൃഷ്ണൻ്റെ വരുമാനത്തേക്കാൾ 10% കുറവാണ്. അങ്ങനെയാണെങ്കിൽ കൃഷ്ണൻ്റെ വരുമാനം രാമൻ്റെ വരുമാനത്തേക്കാൾ എത്ര ശതമാനം കൂടുതലാണ്? ഓക്കെ, കൂടുതലാണ്. ഓക്കെ, കൂടുതൽ എന്ന് കണ്ടാൽ നിങ്ങൾ എന്ത് എഴുതത്തോണം? നമ്മളിപ്പോൾ ഇത്ര ആയതാനാണ് സ്പീഡിൽ പോകുന്നത്. R/100 - R × 100. ഇവിടെ R എത്രയാണ്? 10 ആണ്. അപ്പോൾ 10/100 - 10 × 100. ഓക്കെ, അപ്പോൾ 10/90 × 100. ഒരു 0 പോയി. ഇപ്പോൾ 100/9 കിട്ടും. 100/9. ഇപ്പോൾ 100/9 എന്നാ വരും? ഞാൻ ചെയ്ത് കഴിയുമ്പോൾ ഒരു 9 അല്ലേ. 10 ഒരു 9. അപ്പോൾ ഇത് കിട്ടി 11 1/9%. 11 1/9%. കണ്ടോ, 11 1/9. അതാ ഇത്രേ ഉള്ളൂ. അപ്പോൾ കുറവ് എത്ര ശതമാനം കൂടുതലെന്ന് ചോദിച്ചാൽ R/100 - R എടുത്താൽ മതി. ഓക്കെ, രവിയുടെ പ്രായം ശരത്തിൻ്റെ പ്രായത്തേക്കാൾ 20% കുറവാണ് എങ്കിൽ ശരത്തിൻ്റെ പ്രായം രവിയുടേതിനേക്കാൾ എത്ര ശതമാനം കൂടുതലാണ്? ഓക്കെ, രവിയുടെ പ്രായം ശരത്തിൻ്റെ പ്രായത്തേക്കാൾ 20%. ഇപ്പോൾ R നമുക്ക് 20 എന്ന് കിട്ടി. കൂടുതലാണ് കണ്ടുപിടിക്കേണ്ടത്. R/100 - R × 100. ഓക്കെ, അപ്പോൾ R എത്രയാണ്? 20/100 - 20 × 100. ഓക്കെ, 20/80 × 100. ഒരു 0 പോയി അല്ലേ. അപ്പോൾ ഇത് എത്ര വരും? 4 വെച്ച് വെട്ടിയാൽ 5 4 20, 4 2 8. ഇത് ഈ രണ്ടും 10 വെട്ടിയാൽ 5 അല്ലേ. അപ്പോൾ 25% കിട്ടും. ഓപ്ഷൻ എ ആണ് ആൻസർ, 25%. മനസ്സിലായില്ലേ? ഇപ്പോൾ നമ്മളൊരു കൂടുതൽ എന്നാണ്, എത്ര ശതമാനം കൂടുതലാണെന്ന് ചോദിച്ചാൽ R/100 - R എടുക്കുക. എത്ര ശതമാനം കുറവാണെന്ന് ചോദിച്ചാൽ R/100 + R എടുക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്കിന്ന് പഠിക്കാനുള്ളത്. ബാക്കി അടുത്ത ദിവസം പഠിക്കുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.